ഒരൊറ്റ രക്തത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ്. അതുകൊണ്ടാണ് കൊന്തയും കഴുത്തിലിട്ട് ബൈക്കിൻ്റെ അകത്ത് പാഞ്ഞു പിടിച്ചു പോകുന്ന ക്രിസ്ത്യാനി ചേട്ടൻ ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി. അവിടെ ചെന്ന് കയറി തല പൊട്ടിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നു, ദേ ഇപ്പം ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനി ചെക്കൻ്റെ ക്രിസ്ത്യാനിയായ അമ്മ അവിടെ നിന്ന് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവിയുടുത്ത RSSകാരൻ പറയുക, അമ്മ കരയണ്ട, ഞാൻ തരാം ബ്ലഡ് എന്ന് പറഞ്ഞ വേണ്ട വേണ്ട, നീ BJP അല്ലേ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചുപോയി, കിഡ്നി തരാൻ വന്ന ജമാഅത്തിലെ മുസ്ലിയാരാണെങ്കിൽ ആ മുസ്ലിമിൻ്റെ കിഡ്നി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തിനാണോ ആരോഗ്യമുള്ളപ്പോൾ തമ്മിലടിക്കുന്നത്? നിൽക്കുന്ന നെപ്പി താഴോട്ട് വീണാൽ പൊക്കിയെടുക്കുന്നത് ആരാണെന്ന് പോലും അറിയാത്തൊരു ജീവിതത്തിൽ എന്തിനാണ് ഈ തമ്മിലടിക്കുന്നത്? കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ആദാമ്യ രക്തത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ സഹോദരാന്ന് വിളിച്ച് ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ടതിന് പകരം കൂടപ്പിറപ്പായി കാണേണ്ട മനുഷ്യനെ കോഴിയെ കണ്ടിക്കുന്ന ലാഘവത്തോടെ കൊന്നുകളയാനും കയ്യും കാലും വെട്ടി എറിഞ്ഞു കളയാനും മനുഷ്യനെ എന്തുകൊണ്ട് പ്രേരിപ്പിക്കുന്നു ചോദിച്ചാൽ അതാ ഞങ്ങൾ വിളിച്ചു പറയുന്നത്. രോഗം മാറിയിട്ടില്ല. പാപമെന്ന് പറയുന്ന രോഗം മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്നു. അതുകൊണ്ട് അവന് ജാതിയും മതവും വേർതിരിച്ചേ കാണാൻ കഴിയത്തുള്ളൂ. പകരം കാവിയുടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും എൻ്റെ അപ്പൻ്റെ മകനാണ്, എൻ്റെ കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ഇരുകാലി മനുഷ്യ നീ എത്തണമെങ്കിൽ നിന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ട് പുറത്തു പോകണം.